ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മീൻകറി ഉണ്ടാക്കാം. അപ്പം ഈ മീൻകറി കണ്ടപ്പോഴത്തേനും ഫ്രീസറിൽ ചക്ക ഇരിപ്പുണ്ടായിരുന്നു. ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു പുഴുക്കും കൂടെ ആകാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതേ ഞാൻ ഒരല്പം 2 പിടുത്തം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിരിയൻമുളകാണ് വെള്ളത്തിലിട്ടായിരുന്നതാണ്. ഇന്ന് ഞാൻ അരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പിരിയൻമുളക് ഒരു 7 എണ്ണം ഉണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ നമ്മുടെ എരിവുള്ള മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്. അതുകൊണ്ടാണ് ഞാൻ പിരിയൻമുളക് എടുത്തത്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുത്ത്, എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണേ കടുകിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്കൊരു 4-5 തരി ഉലുവ ഒത്തിരി ചേർക്കണ്ട, ഒരു 5 or 6 ഉലുവ ചേർത്താൽ മതി. അതും നല്ലപോലെ പൊട്ടട്ടെ. അപ്പോൾ ഇനി ഞാനിവിടെ പച്ചമുളകും ചുമന്നുള്ളിയും വേപ്പിലയും കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുമന്നുള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മുളകിന് എരിവ് കുറവാണ്. ഒട്ടും എരിവില്ലാത്ത പിരിയൻമുളകാണിത്. ഈ പിരിയൻമുളക് 2-3 സൈസുണ്ട്. എരിവുള്ളതുമുണ്ട്, എരിവില്ലാത്തതും ഒക്കെയുണ്ട്. അപ്പോൾ ദേ ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുമന്നുള്ളി ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പിരിയൻമുളകിന് ഒട്ടും എരിവില്ല. അപ്പോൾ ഈ എരിവിൻ്റെ അനുസരിച്ചാണ് പിരിയൻമുളകിന് വില. എരിവില്ലാത്ത മുളകിന് വില കൂടുതലും എരിവുള്ള മുളകിന് ഇത്തിരി വില കുറവുമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പച്ചമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ പച്ച മണമൊന്ന് മാറട്ടെ മഞ്ഞൾപ്പൊടിയുടെ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പിരിയൻമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നല്ല നിറം കിട്ടുമേ ഈ മുളകിന്, പിരിയൻമുളകായതുകൊണ്ട് അരപ്പിന്, മുളകിനല്ല അരപ്പിന്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ പിരിയൻമുളക് എടുക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ അതേ എണ്ണയൊക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയെടുത്തതാണേ. അപ്പോൾ വെള്ളം ഇത് പോരാ, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ആവട്ടെ. നമുക്കൊരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത്ര ചാറോട് കൂടിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇതൊരു 4 കഷ്ണം കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്, പുളിയും വെള്ളവും കൂടെ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തിളക്കട്ടെ അരപ്പ് നല്ലതുപോലെ. അപ്പോൾ അതേ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ അയിലയാണ് 3 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അയില 1/2 കിലോ അയിലയാണ്. നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. 4 അയില ഉണ്ടായിരുന്നു 1/2 കിലോ.
നല്ല വലിപ്പമുള്ള അയിലയായിരുന്നു. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം അരപ്പിൽ മുങ്ങിക്കിടക്കട്ടെ. നമുക്കിത് മൂടി വെച്ച് കത്തിക്കാം. അപ്പോൾ ദേ ഞാനിവിടെ ചക്കക്കുരും എടുത്തു വെച്ചിട്ടുണ്ടായി. ചക്കക്കുരു ഒന്ന് കഴുകിയിടുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പൊരിപ്പലൊക്കെ ഉണ്ടാവുമല്ലോ. ചക്ക കഴുകുന്നില്ല. ചക്ക മണ്ണിലൊന്നും ഇടാതെ ഞാൻ മുറിച്ച് അരിഞ്ഞ് വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ വട്ടത്തിൽ അരിഞ്ഞതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇത് അരിഞ്ഞ് കവറിലാക്കി ഫ്രീസറിൽ വെക്കണം. എന്നാലാണ് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഇരിക്കും. ഞാനിവിടെ ഒരു വർഷത്തിൽ കൂടുതലൊക്കെ വെച്ചേക്കാറുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചക്കയിലേക്ക് ഞാൻ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എല്ലാ ഭാഗത്തേക്കും പിടിച്ചില്ലെന്ന് വരും ഉപ്പ്. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇത്തിരി അധികം ഒഴിക്കണേ. എന്നാന്ന് വെച്ചാൽ ഫ്രീസറിൽ ഇങ്ങനെ വെള്ളം വറ്റിയിരിക്കുമല്ലേ, അപ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ചക്ക വെക്കുമ്പോൾ ഒരല്പം ചക്കക്കുരുവും കൂടെ ഇടുന്ന നല്ലത്. അപ്പോൾ അതേ 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 1 മുറി തേങ്ങ, വെളുത്തുള്ളി, 3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചുമന്നുള്ളി അധികം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ചതഞ്ഞ് വരാവോളെ ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകരുത്. കല്ലേലാണെങ്കിൽ പതുക്കെ ഒന്നങ്ങോട്ട് ഒതുക്കിയെടുത്താൽ മതി. ഇതിലാകുമ്പോൾ ഒരൊറ്റ അടി അടിച്ചിട്ടേ എടുക്കാവുള്ളൂ. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകരുത്. ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം. നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. കണ്ടോ, ഇത് പതുക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ചക്കയുടെ കൂടെ തന്നെ നമുക്ക് ഇടാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ ഫ്രീസറിൽ ഇരുന്നതായത് കൊണ്ടാണ് ചക്കയൊന്ന് വേവിച്ചിട്ട് ഇടാമെന്ന് വെച്ചത്. എന്തെങ്കിലും കാരണവശാൽ അടിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു അരപ്പിൻ്റെ കൂടെ. അപ്പം ഞാൻ ദേ ഈ ചക്കയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരുവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകവും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളി കറിവേപ്പിലയും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പണ്ടൊക്കെ ഇങ്ങനെ ഈ മരക്കയിലിൻ്റെ ഈ ആ പിടിയില്ലേ, പിടിഭാഗം വെച്ചാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ അമ്മമാരൊക്കെ. ഞാനിപ്പോൾ ഇതിങ്ങനെ വെറുതെ അങ്ങോട്ട് ഇളക്കുക ചെയ്യണേ. എന്നിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചക്കയൊക്കെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ചക്ക ഇളക്കാനും കപ്പ ഇളക്കാനൊക്കെ കോലുണ്ട് ഇതിൻ്റെ. സ്ഥിരം വെക്കുന്ന ആൾക്കാർക്കൊക്കെ ദേ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ അരക്കേണ്ടതായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഇട്ടാലും മതി. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അടിക്കൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതേ ഒരടുപ്പിൽ നമ്മുടെ മീൻകറി റെഡിയാവുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണേ. അപ്പോൾ അതേ നമ്മുടെ ഈ മീൻകറി ഒന്ന് നോക്കാം, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന്.
അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറിയുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വറ്റിച്ച് കളയണ്ട, നമുക്ക് ചക്ക വെച്ചത് കഴിക്കണമല്ലോ. ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് കയ്യിലിട്ട് തിരുമിയിട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ മീൻകറി വെക്കാൻ ആരും മറക്കരുത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ദേ ഒരല്പം ചക്ക വെച്ചതും മീൻ ചാറും കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.